അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു മനാഫ് ലോറി ഉടമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വീഡിയോസുകൾ കാണാൻ സാധിച്ചു. ഇപ്പോൾ അടുത്ത് ഏകദേശം 71 ദിവസത്തിനുള്ളിൽ 71ാമത്തെ ദിവസം മനാഫ് അർജുന്റെ ബോഡി കണ്ടെത്തുകയും ഒരുപാട് മാസങ്ങളോളം ആ ഒരു വിഷയത്തിന്റെ മേൽ തന്നെ മനാഫ് ഉണ്ടാവുകയും അതിൽ നിന്ന് പിന്മാറാവാതെ ഡഡ്ജ് കൊണ്ടുവന്ന് ആ വിഷയത്തിലുമായിട്ട് മുങ്ങിത്തപ്പി ഏതാനും ലോറി അടക്കം എടുത്തു. ഈ സമയത്ത് ധാരാളം കേരള കവർ സ്റ്റോറി മൊത്തം നിറഞ്ഞു നിന്ന് സോഷ്യൽ മീഡിയ അടക്കം എല്ലാ പ്ലാറ്റ്ഫോമും മനാഫിന്റെ യശസ്സും പ്രശസ്തിയും വർദ്ധിക്കുകയുണ്ടായി. അതൊരു പശ്ചാത്തലത്തിൽ എല്ലാവരും കാര്യങ്ങൾ മുമ്പൊക്കെ മനാഫിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബിസിനസ് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ആ ബോഡിയൊക്കെ എല്ലാവരും ഏകദേശം മറന്ന് പല പ്ലാറ്റ്ഫോമുകളിലേക്കും ആളുകൾ ചേക്കേറി. എന്തിനധികം അർജുന്റെ ഫാമിലിപ്പെട്ടവർ പോലും ജോലിക്ക് പോകാൻ പറ്റും. ആ ബോഡി ഒന്ന് കിട്ടാതെ, ബോഡി ശരിക്കും കിട്ടിയ അതിന്റെ മരണാന്തര കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പോലും കാത്തു നിൽക്കാതെ അവിടുത്തെ ഫാമിലിപ്പെട്ട ജോലിക്ക് വരെ പോവുകയുണ്ടായി. പക്ഷെ എന്നിട്ട് മനാഫ് അതിൽ നിന്നും സ്വന്തം സഹോദരനെ പോലെ, സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ കണ്ട് ആ മനാഫ് അർജുന്റെ ബോഡി കിട്ടുന്നവരെ. കാരണം മനാഫിന് അറിയായിരുന്നു അത് കറക്റ്റ് ആയിട്ട് എന്താണ് അതിൻ്റെ അകത്ത് ആ ബോഡിന്റെ ക്യാബിനിൽ അർജുന്റെ മൃതദേഹം ഉണ്ടാകും എന്ന് കറക്റ്റ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കമന്റ് അത് കിട്ടിയ ശേഷം അദ്ദേഹത്തിന്റെ കമന്റ് കണ്ടു, അർജുനെ ഗംഗാവാലിപ്പുഴയെ ഒരിക്കലും ഞാൻ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. നിങ്ങൾ ആലോചിക്കണം, എത്രമാത്രം എഫേർട്ട് എടുത്തുകൊണ്ടാണ് അദ്ദേഹം അതിനു വേണ്ടി തയ്യാറായത്. അതിന് ഓരോ ദിവസവും കണ്ണിൽ എണ്ണ വെച്ച് അദ്ദേഹം കാത്തിരുന്നു. അദ്ദേഹം അർജുൻ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളടക്കം അതിന്റെ ബോഡി കുറച്ചൊരു അളിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കൂടി ആ ബോഡി മരണാന്തര കർമ്മങ്ങൾ ചെയ്യുന്നതിനൊക്കെ ആ ബോഡി കിട്ടിയല്ലോ. പക്ഷെ പിന്നീട് സംഭവിച്ചത് അർജുന്റെ ഫാമിലിയാണ്. സോഷ്യൽ മീഡിയയിലേക്ക് അർജുന്റെ ഫാമിലിക്ക് ധാരാളം വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അർജുന്റെ ഫാമിലി ഇപ്പോൾ അദ്ദേഹത്തിന്റെ അളിയൻ ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടി. അതിൻ്റെ അകത്ത് ആ പത്രസമ്മേളനങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പത്രസമ്മേളനത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ഒരു സംഘി ചാണകം എന്നൊക്കെ പറയുമല്ലോ, RSSന്റെ അച്ചാരം എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത്രയധികം നെഞ്ചിലേറ്റി കേരളക്കരം ഒന്നാകെ നെഞ്ചിലേറ്റിയ അർജുൻ ഒരൊറ്റ നിമിഷം കൊണ്ട് അളിയൻ തകർന്ന് തരിപ്പണമാക്കി പോയി എല്ലാം. അതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് ചീട്ടുകെട്ടാരം വരെ തകർന്നടിഞ്ഞുപോയി. മനാഫ് പ്രതികരിച്ച് കണ്ടോ? അതിന് പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഒന്ന് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് അർജുന്റെ ഫോട്ടോ വെച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതായത് അർജുൻ തന്നെ, മനാഫ് തന്നെ പറയണ്ടായി, അർജുന് കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കിട്ടിയാൽ ഒഴിവാക്കുന്ന പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിലനിർത്തുന്ന പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഈ രൂപത്തിലൊക്കെ ആണെങ്കിൽ എന്നെ കുറിച്ച് ഫാമിലി ഇങ്ങനെയൊക്കെയാണ് പറയണമെങ്കിൽ എനിക്കത് നിലനിർത്തേണ്ടി വരും, എന്നെ അവർക്ക് തിരിച്ചറിയില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കുണ്ടോ, അർജുന്റെ കുട്ടിയെ എൻ്റെ കുട്ടിയായിട്ട് എനിക്ക് 3 മുറുക്ക 4ാമത്തെ കുട്ടിയെ പരിഗണിക്കുന്നത്. ഇതിന് എന്തൊക്കെ കമന്റുകളാണ് വന്നത്. അർജുന്റെ കുട്ടിയെ മുസ്ലിം ആക്കി മദ്രസ ചേർത്താനേ കാരണം എന്തൊക്കെയാണോ ബേഡ കമന്റുകൾ വന്നതെന്നാ. ഒരു കുടുംബത്തിന്റെ ഒരു സ്വന്തം എന്താ പറയുക ബിസിനസിന്റെ പാർട്ണർ ആയിട്ടുള്ള അർജുനെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തോ ഒരു കാശൊക്കെ ഖലീൽ ബുഖാരി തങ്ങളൊക്കെ വീട്ടിലൊക്കെ വന്നത് ആയിരിക്കുകയും എന്തോ 2000 റുപ്യ എന്താ കൊടുക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ കേട്ടു. അർജുന്റെ വാക്ക് മനാഫിന്റെ വാക്കെന്ന് കേട്ടു. അത് മനാഫ് കൊടുത്തതല്ല, അത് മനാഫാണ് കൊടുത്തതെന്നൊക്കെയാണ് യൂട്യൂബിൽ പരസ്യമായിട്ട് പലർക്കും പിരിവൊക്കെ നടത്തിയിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹത്തിന് അടിയനൊക്കെ പറഞ്ഞു. മനാഫിന്റെ വാക്കുകൾ അത് ഞാനൊരു പിരിവ് നടത്തിയിട്ടില്ല. അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ റോഡിന് നടുവിൽ വെച്ചുകൊണ്ട് ആളുകളെല്ലാം ഒരുമിച്ച് കൂടി സ്ഥലത്ത് കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊന്നോളി എന്നാണ് പറഞ്ഞത്. അത്രത്തോളം എന്താ പറയാ പ്രോമിസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. കട്ടളക്കഥകൾ പടച്ചുണ്ടാക്കി ഇത്തരം വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്യുന്ന ഈ അർജുന്റെ ഫാമിലി അവർക്ക് പത്രസമ്മേളനം നടത്തുന്നതിലും അല്ലെങ്കിൽ മുമ്പ് പത്രസമ്മേളനം നടത്തിയൊന്നും വിഷമങ്ങൾ അർജുൻ നഷ്ടപ്പെട്ട യാതൊരു ഫീലിങ്സ് അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അതേ സമയത്ത് മനാഫ് പൊട്ടിക്കരഞ്ഞാണ്ടോ, പൊട്ടിക്കരഞ്ഞ് വിങ്ങിപ്പെട്ടിട്ട് വാക്കുകൾ കിട്ടിയിട്ടില്ലായിരുന്നു അദ്ദേഹത്തിന്. ആ ഒരു മനാഫിന്റെ ഒരു 5% ഒരു ദുഃഖം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത്ര കേരളത്തിൽ ആകെ നെഞ്ചിലേറ്റിയ മനാഫിന്റെ വാക്കുകളും അതിൽ പിന്നറിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടും മനാഫിന്റെ ഈ അർജുന്റെ ഫാമിലി ഇങ്ങനെ ആയിപ്പോയി എങ്ങനെയാണ് മനസ്സിലാവാത്തത്. ആ വീട്ടിൽ ചെന്നിട്ട് ഖലീൽ തങ്ങളൊക്കെ പ്രാർത്ഥന നടത്തി, ആത്മീയ നേതാവാണല്ലോ, പ്രാർത്ഥന നടത്തിയിട്ട് പോലും തീവ്രവാദപരമായ നിലപാടുകളാണ് അദ്ദേഹത്തിന്റെ ഫാമിലി എടുത്തത്. മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, മുസ്ലിം സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത് എന്നാണ് അതിൽ പറയുന്നത്. കുറച്ച് വാക്കുകൾ ഞാനതിൽ മനാഫിന്റെ വാക്കുകൾ ഞാനതിൽ ഇടുന്നുണ്ട്, പിന്നെ പത്രസമ്മേളനത്തിൽ ഇടുന്നത് പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ രൂപത്തിൽ കേരളത്തിലുള്ള സംഗീത നാടകങ്ങൾ വേറെ ആർക്കും അച്ചാരം വാങ്ങിക്ക് വന്ന് ഇത്തരം വളരെ വളരെ മോശമായ അവസ്ഥയിലോട്ട് കൂപ്പുകുത്തിനെങ്കിൽ
അവർ പഠിക്കാനുള്ളതുള്ളൂ. പഠിക്കും അവർക്ക് പഠിക്കേണ്ട കാലഘട്ടം വരും അവർക്ക്. ഇത്ര മനസ്സാക്ഷി എങ്ങനെ ഇതിന് മനസ്സാക്ഷി ഉറക്കുന്നു എന്നാണ്. എങ്ങനെ ഒരു മനുഷ്യത്വമുള്ളവരാവുക? മനാഫ് ഒരു മനുഷ്യത്വമുള്ള ആളാണ് എന്ന് തെളിയിച്ചു. അർജുൻ്റെ ഫാമിലിയാ, അർജുൻ്റെ അമ്മ മനാഫിനെ വിളിക്കുന്ന ഒരു വീഡിയോസ് ഉണ്ട്, അതിൽ വീഡിയോ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു മനാഫിനെ അർജുൻ്റെ അമ്മ മനാഫിനെ കോൾ ചെയ്യുന്ന ആ ഒരു സംഭവം, ആ ഒരു ലെവലേശം ഒരു എന്താ പറയാ, ഒരു സിമ്പതി അർജുൻ്റെ അളിയനുണ്ടായോ? അർജുൻ്റെ ബോഡി കിട്ടിയ സമയത്ത് മനാഫിനെ വിളിച്ച കോളാണത്. ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ താങ്കളെ വിളിച്ചൊന്ന് അനുമോദിക്കണമെന്ന് എനിക്കൊരു തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത്. അമ്മേ, ഞാൻ നിങ്ങളെ മോനെ തന്നെയല്ലേ. നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ ചെയ്തിട്ടുള്ളൂ. ഇത് ഇത്രമാത്രം എന്താവും ഞാനും വിചാരിച്ചിട്ടില്ല. എന്തായാലും കുറെ ആളുകൾ വിളിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ. പക്ഷെ എന്താ പറഞ്ഞാല് നിങ്ങൾ വിളിക്കുമ്പോ സന്തോഷമുണ്ട്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് അമ്മനെ എനിക്ക് എന്തായാലും അവിടെ വന്ന് കാണാൻ കഴിയില്ല. കൊല്ലത്തല്ലേ, ആയിക്കോട്ടെ. എപ്പോഴെങ്കിലും വരുമ്പോ കാണണം മനാഫെ. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകളുടെ ഒരു സ്വഭാവം വെച്ച് ഇത്രയൊക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. അതാണ് 72 ദിവസമൊക്കെ താങ്കൾ അവിടെ നിന്ന് ഇത്രയൊക്കെ ചെയ്തിട്ടേ, എന്നിട്ട് ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ താങ്കളോട് അവർക്ക് നമ്മളിപ്പോ ഒരു വീട്ടില് ഒരു പിന്നെ വീട്ടുകാരനല്ലേ ഞാനും ഓരേ. ഞാന് സ്വന്തം ജ്യേഷ്ഠൻ തന്നെ. അതെ, അർജുന്റെ ജ്യേഷ്ഠന്മാരാണ് നമ്മള്. അപ്പൊ ഞമ്മക്കൊരു നന്ദി ഒരു പറയേണ്ട ഇത് തോന്നിയില്ല. നമ്മളൊന്ന് ചെയ്യുന്ന വേറൊരാളുടെ നന്ദി കിട്ടാനല്ലല്ലോ. എല്ലാം ആ ഒരു സമ്പതി പോലും അർജുൻ്റെ അളിയനും അദ്ദേഹത്തിന്റെ പെങ്ങൾക്കും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതാ ഇത്രയും ധാരാളം കമന്റുകൾ വായിച്ചു. പിന്നെ കേസ് എടുക്കാൻ പോവാന്നൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്, മനാഫിനെതിരെ കേസ് എടുക്കുന്നൊക്കെ. എന്നാൽ ഈ ലെഡ്ജർ കൊണ്ടുവന്നിട്ട് ഈ വണ്ടി പൊക്കുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഈ ഇത്രയും വലിയ താല്പര്യമുള്ള ആൾ മനാഫിനാലും ചെയ്തില്ല? അതുപോലെ തന്നെ എന്ത് മുങ്ങിത്തപ്പ ഈശ്വര മാൽപ്പനപ്പ മുങ്ങാൻ പോയിക്കൂടായിരുന്നോ? ഇത്ര താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും പോയ കൂടി ഈ അർജുന ഫാമിലി മൊത്തം അങ്ങാവാലിപ്പുഴയിൽ പോയ സമയത്തും മനാഫ് മാത്രം നിന്ന് എടുത്തല്ലോ. ഇവരൊക്കെ എവിടെയിരുന്നു? ഈ വക കമന്റുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഒരാൾ പോലും ഈ അർജുൻ്റെ അളിയനെ സപ്പോർട്ട് ചെയ്യുന്ന ആളില്ല എന്നുള്ളതാണ്, ഒറ്റ കുട്ടിയില്ല എന്നുള്ളതാണ്. അത് ഈ സംഘി ചാണകം പേറിയ ആളുകളൊക്കെ മൊത്തം അങ്ങനെ തന്നെ, സംഘി പരിപാടികൾ മൊത്തം അങ്ങനെ തന്നെ. മനുഷ്യത്വം അവർക്ക് ഉണ്ടാവില്ല. അവർക്കൊരു മുസ്ലിം വിരുദ്ധത. എല്ലാവരും എത്ര മുസ്ലിം എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല. മുസ്ലിങ്ങൾ എന്താ പറയുക, ഒരു തീവ്രവാദികളായിട്ട് ആ പേര് ഉണ്ടല്ലോ, ആ പേരിലൂടെ തീവ്രവാദി ഭീകരവാദിയാക്കുക എന്നുള്ള നിലപാടാണ് മൊത്തത്തിൽ സംഘി ആളുകൾക്ക് ഉണ്ടാവാറുള്ളത്. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തെ വലിയ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അർജുൻ്റെ ഫാമിലി ഈ രൂപത്തിൽ പോകുന്നത് ഒരാളെ പിന്തുണയും കിട്ടൂല. ഇതുപോലത്തെ ഒരാൾ സൽപ്രവർത്തനം ചെയ്യാൻ ഒരാൾ സമ്മതിക്കൂല. ആ രൂപത്തിൽ നാണം കെട്ടിട്ടുണ്ട് ഈ സംഭവം. നല്ല മനസ്സ് അവർക്ക് അള്ളാഹു കൊടുക്കട്ടെ.